പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ L4360 എന്ന പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് പാസ്വേഡ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. മൊബൈലിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് അറിഞ്ഞാൽ മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. രണ്ട് മെത്തേഡാണ് ഈ വൈഫൈ പാസ്വേഡ് കണ്ടെത്താനുള്ളത്. ഒന്ന് നോർമൽ നമ്മൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യുക. അവിടെ പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിൻ്ററിൻ്റെ SSIDയും പാസ്വേഡ് എല്ലാം കാണാവുന്നതാണ്. ഞാൻ നേരത്തെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് നമ്മളിവിടെ താഴെ കാണുന്ന ഡെന്ന് കൊടുത്ത് താഴോട്ട് പോരുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം ഡയറക്റ്റ് എന്നുള്ള പേരും അതേപോലെ പാസ്വേഡ് കാണാൻ സാധിക്കും. ഒന്ന് ഈ ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആദ്യം ഇവിടെ നിങ്ങൾക്ക് വൈഫൈ സെറ്റപ്പ് അല്ലെങ്കിൽ ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അവിടെ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതേപോലെ പ്രിൻറ്റ് സ്റ്റാറ്റസ് ഷീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അവിടെ പ്രിൻറ്റ് സ്റ്റാറ്റസ് ഷീറ്റ് എന്നുള്ളതുണ്ട്, അത് ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻറ്റ് നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ഷീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു 4 ഷീറ്റ് A4 നമ്മൾ പേപ്പർ ട്രയൽ ലോഡ് ചെയ്യണം. അതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ജസ്റ്റ് നമ്മളിവിടെ കൺഫർമേഷൻ കൊടുക്കുക. പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെറിയൊരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിനുശേഷം ഇവിടെ പ്രിൻറ്റ് നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ഷീറ്റ് എന്നുള്ള യെസ് എന്നുള്ളത് നമ്മൾ ഫോട്ടോ കോപ്പീൻ്റെ ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ പിക്ക് ചെയ്താൽ പ്രിൻറ്റിങ് ചെയ്ത് വരും. അതിലുണ്ടാവും നമ്മളെ വൈഫൈൻ്റെ പാസ്വേഡ്. അപ്പോൾ നമുക്ക് ആ പ്രിൻറ്റ് ചെയ്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം വന്ന ഷീറ്റ് എടുക്കുക, അതായത് ഏറ്റവും താഴെയാണ് ഉണ്ടാവുന്നത്. ആ ഷീറ്റിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്വേഡ് ആണ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുന്നതാണ് നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ പാസ്വേഡ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, റീപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.